അക്കൗണ്ടിൽ അതിനുള്ള തെളിവുകൾ ശരി. തെളിവെടുപ്പിനിടെ അനന്തകൃഷ്ണൻ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. പക്ഷേ അല്പം മുൻപ് നടത്തിയ പ്രതികരണം ഏറെ പ്രസക്തവുമാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ താൻ പണം നൽകിയിട്ടുണ്ട് എന്നതാണ് അനന്തകൃഷ്ണൻ നേരത്തെ അല്പം മുൻപ് വൈറ്റിലയിൽ എത്തിച്ചപ്പോൾ പ്രതികരിച്ചത്. മൂവാറ്റുപുഴ പോലീസ് അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് തുടരുക തന്നെയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധയിടങ്ങളിൽ അനന്തകൃഷ്ണനുമായി തെളിവെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ തന്നെ തെളിവെടുത്തിരുന്നു. ഇതിൽ നിന്ന് നിർണായക രേഖകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനന്തകൃഷ്ണൻ ആർക്കൊക്കെ പണം നൽകിയെന്നത് സംബന്ധിച്ച രേഖകൾ തന്നെയാണ്. എന്നാൽ അത് ആർക്കൊക്കെയാണെന്നത് പോലീസിനോട് പറഞ്ഞെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആനന്ദ്കുമാറിൻ്റെയും അനന്തകൃഷ്ണൻ്റെയും തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളാണ് ഓരോന്നായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തെളിവെടുപ്പ് തുടരുകയാണ്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ഇപ്പോൾ അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് തുടരുന്നു. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലയിടങ്ങളിലായി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനന്ദ്കുമാറിൻ്റെ റോള് തന്നെയാണ്. ആനന്ദ്കുമാർ ഇത്തരത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അദ്ദേഹം പലപ്പോഴായി അതിൽ മെസ്സേജുകളൊക്കെ അയക്കുന്നതും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും എല്ലാം തന്നെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അടുത്തത് ആനന്ദ്കുമാറിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെയാണ് പ്രതി ചേർത്തിരിക്കുന്നു. അപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തേക്കും അല്ലേ? വിനീത, സ്വാഭാവികമായും ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പിന്റെ തുടക്കം മുതൽ ആനന്ദകുമാറിന് അതിൽ നിർണായകമായ പങ്കുണ്ട്. ഇത്തരത്തിൽ കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതിൽ, അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാത്രവുമല്ല 10,000-കണക്കിന് ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതുമൊക്കെ തന്നെ ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ്. അവരുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായി ആനന്ദകുമാർ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ NGO, ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനായിരുന്നു ആനന്ദകുമാറും അനന്തകൃഷ്ണനും. ഇവർ രണ്ടുപേരും ചേർന്നാണ് ദൈനംദിന പ്രവൃത്തികളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ മറ്റ് ചില സംഘടനകളുമായി സഹകരിക്കുന്നവരെ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും എന്നടക്കമുള്ള ഭീഷണികളും ആനന്ദകുമാർ ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഏത് സമയത്ത് അനന്തുവിനെ ആളുകൾ ഫോൺ വിളിക്കണം, ഏത് സമയത്ത് വിളിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നത് ആനന്ദകുമാറാണ്. അത്തരത്തിൽ 2021 മുതൽ 2024 ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസം വരെ ആനന്ദകുമാർ ഈ പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മാത്രവുമല്ല, നേരത്തെ പോലീസിന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. ഏതാണ്ട് 2 കോടി രൂപ ആനന്ദകുമാറിന് കൈമാറിയിട്ടുണ്ട് എന്ന നിർണായകമായ മൊഴിയും അനന്തകൃഷ്ണൻ നൽകിയിരുന്നു. അത്തരത്തിൽ ഈ തട്ടിപ്പിൽ കൃത്യമായ പങ്ക്, ഇതിന്റെ സൂത്രധാരൻ ആനന്ദകുമാറാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത്. വരും ദിവസങ്ങളിൽ ആനന്ദകുമാറിനെയും ചോദ്യം ചെയ്യേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആനന്ദകുമാർ ഈ സംഘവുമായി വിട്ടുപിരിഞ്ഞത്. അതേസമയം ഇതിലുണ്ടായിരുന്ന NGO പ്രതിനിധികളുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുമായോ ഒരു കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിലാണ് ആനന്ദകുമാർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. താൻ 3 മാസം മുമ്പ് ഈ കോൺഫെഡറേഷനിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു ആനന്ദകുമാർ പറയുന്നത്. അത്തരത്തിൽ അപ്പോഴേക്കും 2 കോടി രൂപ അദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അനന്തകൃഷ്ണനുമായുള്ള മൂവാറ്റുപുഴ പോലീസ് സംഘം അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തും. ഇവിടെയാണ് അനന്തകൃഷ്ണൻ അടക്കം നേരത്തെ താമസിച്ചിരുന്നത്. ഇവിടെ AN രാധാകൃഷ്ണനും ലാലി വിൻസെന്റും അടക്കമുള്ളവർ ഇവിടെ എത്തുകയും സ്ഥിരമായി അനന്തകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്ന മൊഴികൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട തെളിവുകളടക്കം പുറത്തു കടത്താൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനുശേഷം ആ തെളിവുകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 അപ്പാർട്ട്മെന്റ്സുകളിലായാണ് താമസിച്ചിരുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ 6ാം നിലയിലും രണ്ടാമത്തെ ബ്ലോക്കിൽ 2ാം നിലയിലുമാണ് താമസിച്ചിരുന്നത്. ഇവിടേക്കാണ് അല്പസമയത്തിനകം തന്നെ അനന്തകൃഷ്ണനുമായി പ്രത്യേക പോലീസ് സംഘം എത്താൻ പോകുന്നത്. വിനീത, ശരി.